മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലത്തിന്റെ 4ാമത്തെ ഈ ഞായറാഴ്ച തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇന്നത്തെ 4 വായനയിലൂടെ കടന്നു പോകുമ്പോൾ പൊതുവായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യയുടെ പുസ്തകത്തില് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിന് നൽകുന്ന മഹത്വത്തെക്കുറിച്ചും നമ്മൾ വായിക്കുമ്പോൾ, ഹെബ്രായ ലേഖനത്തില് നിത്യപുരോഹിതനായ ഈശോയുടെ നിത്യപൗരോഹിത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ നടത്തിയ ആദ്യത്തെ അത്ഭുതത്തിലൂടെ ശിഷ്യർക്ക് മുമ്പിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈശോയെ നമുക്കിന്ന് സുവിശേഷ ഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ സാന്നിധ്യം ആ വിവാഹ വിരുന്നിനെ മഹത്വപ്പെടുത്തി എന്നുള്ളത് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ സാന്നിധ്യം ആ വിവാഹ വിരുന്നിനെ മഹത്വപ്പെടുത്തി എന്ന് മാത്രമല്ല, വിശുദ്ധീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വിശുദ്ധീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുക, കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമായിരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിനോടൊപ്പമായിരിക്കുക, അവന്റെ സാന്നിധ്യത്തിൽ പങ്കുചേരുക. അപ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും ചില ഉദാഹരണങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങളിൽ പാപിനിയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈശോയുടെ പാദത്തെങ്കിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ത്രീ പാപമോചിതയായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് സുവിശേഷ ഭാഗത്തു നിന്നും നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു കഴിഞ്ഞ് ലാസറിന്റെ കബറിടത്തെങ്കിൽ മുമ്പിൽ വരുന്ന ക്രിസ്തു സാന്നിധ്യം ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് സക്കേവൂസ് എന്ന ചുങ്കക്കാരൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഈശോ അവന്റെ കൂടെ വസിച്ചു. അതുവഴി അവനും അവന്റെ കുടുംബത്തിനും രക്ഷ കൈവന്നതായിട്ട് സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അനവധി ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ക്രിസ്തു സാന്നിധ്യം വഴി വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ ഒപ്പമായിരിക്കുക, അവന്റെ സാന്നിധ്യത്തിൽ പങ്കുചേരുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്കും മഹത്വത്തിലേക്കും ഉയർത്തുന്നതിന് കാരണമാകുമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന 1-ാമത്തെ ചിന്തയാണ്. തങ്ങളുടെ ശരീരത്ത് പറ്റുന്ന അഴുക്കും പൊടിയുമൊക്കെ കഴുകിക്കളയുവാനായിട്ട് യഹൂദർ സൂക്ഷിച്ചിരുന്ന കൽഭരണിയിലെ വെള്ളം ആ മുറ്റത്തുണ്ടായിരുന്നു. ആ കൽഭരണിയിലെ വെള്ളത്തെയാണ് ഈശോ വീഞ്ഞാക്കി മാറ്റുന്നത്. വീണ്ടും അന്ത്യത്താഴവേളയിൽ ഈശോ വീഞ്ഞ് തന്റെ രക്തമാക്കി മാറ്റുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ശരീരത്തിന്റെ അഴുക്കല്ല, ആത്മാവിന്റെ അഴുക്കിനെയാണ് നമ്മൾ കഴുകിക്കളയേണ്ടത്. അത് ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് മാത്രമാണ് സാധിക്കുക എന്നുള്ളത്. ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു പാഠം ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതായത്, പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാവുക, അവന്റെ സാന്നിധ്യത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അവന്റെ തിരുരക്തത്തിൽ പങ്കുകാരാവുക, അവന്റെ പാനപാത്രവുമായി പങ്കുചേരുക എന്നുള്ളതാണ് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിന്റെ തിരുരക്തത്തിലൂടെ നമ്മൾ ആത്മീയമായും ഭൗതികമായും വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുക. ആ കൽഭരണിയിൽ വലിയ അളവിലാണ് വീഞ്ഞ് ഈശോ നൽകുക. ആ ഭവനത്തിന് ആവശ്യമുള്ളതിനേക്കാളും അധികം. വിശുദ്ധ അഗസ്റ്റിന്റെ പഠനമനുസരിച്ച് ഈ വലിയ അളവിലുള്ള വീഞ്ഞ് കർത്താവിന്റെ വലിയ കൃപയെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുക. ദൈവവും മനുഷ്യനും ഇടയിൽ പരിശുദ്ധ അമ്മ ഒരു മധ്യസ്ഥയായി നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ എന്ന പോലെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ മഹനീയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ വിരൽ ചൂണ്ടുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. നിത്യപുരോഹിതനായ
ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൾ നമുക്ക് വേണ്ടി ദൈവത്തിനോട് മധ്യസ്ഥം യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ പങ്കാളികളായി തീരുന്ന നമ്മൾ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് ഒന്നിച്ചു ചേരുവാൻ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ചേരുവാൻ, അപ്രകാരം വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, മഹത്വപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവത്തിന്റെ നാമം ഈ ഭൂമിയിൽ എങ്ങും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.